ഒപ്പം തന്നെ മിനിസ്റ്ററെ, ഈ മാർപ്പാപ്പ ആഗ്രഹിച്ചിരുന്നത് ഈ ചടങ്ങ് വളരെ ലളിതമാക്കണമെന്നാണ് മാർപ്പാപ്പ ആഗ്രഹിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിക്കുന്ന പേടകം ചുമക്കുന്നത് സാധാരണക്കാരായ ദരിദ്രരായ 50 പേരാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലാളിത്യത്തിൻ്റെ ഒരു പ്രതീകം തന്നെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും മരിക്കുമ്പോഴും അദ്ദേഹം യാത്രയാകുമ്പോഴും അങ്ങനെ തന്നെ വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു യാത്രയപ്പ് നൽകുമ്പോൾ മിനിസ്റ്റർ എങ്ങനെയാണ് മാർപ്പാപ്പയെ ഓർക്കുന്നത്? കാരണം ഒരു തവണ അദ്ദേഹത്തെ നേരിട്ട് കാണുവാനും അങ്ങേക്ക് ഒരു അവസരം ലഭിച്ചിരുന്നല്ലോ. തീർച്ചയായിട്ടും ഒരു സ്നേഹത്തിന്റെ പ്രതിരൂപമാണല്ലോ. മതിൽക്കെട്ടുകൾക്ക് ഒരിക്കലും തടസ്സപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലുള്ള അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ഒരു ജീവിതം, അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജീവിത അവസാനം വരെ കാത്തു സംരക്ഷിക്കാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിന്റെ അവസാന മെസ്സേജ് തന്നെയായിരുന്നല്ലോ, സാധാരണക്കാരോടൊപ്പം പാവപ്പെട്ടവരുടെ അക്ഷരങ്ങളോടൊക്കെ അദ്ദേഹത്തിന്റെ പെരുമാറ്റവും ശൈലിയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയ ഒരു പാപ്പയാണ് ഇന്ന് ലോക ജനത കാണുകയും ലോകരാഷ്ട്രങ്ങൾ അദ്ദേഹത്തിന്റെ പണമർപ്പിക്കാനായി എത്തിച്ചേരുമ്പോൾ കാണുന്നതിൽ ഏറ്റവും സുപ്രധാനപ്പെട്ട കാഴ്ച. പിതാവ് പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം കൃത്യതയോടെ പാലിക്കപ്പെട്ടുകൊണ്ട് തന്നെയുള്ള ശുശ്രൂഷ നടപടികളാണ് ആരംഭിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ തക്കവിധം തീർച്ചയായിട്ടും അവസാന നിമിഷം വരെ നിർത്തുകയും ആ ജനങ്ങളുടെ എല്ലാം പ്രത്യാശയിൽ അദ്ദേഹത്തിന്റെ വിശ്വാസ സമർപ്പണത്തെ പൂർണ്ണമായും രൂപപ്പെടുത്തുകയും അതിൽ ജീവിക്കുകയും ചെയ്തൊരു പിതാവ് സ്വർഗീയനാകുന്ന നിമിഷങ്ങളായിരുന്നു തീർച്ചയായിട്ടും ഏറെ ശ്രദ്ധേയമായി ലോകം ശ്രദ്ധിക്കുന്നത്. ഒപ്പം തന്നെ മിനിസ്റ്ററെ, ഈ ചാക്രീയ ലേഖനങ്ങളൊക്കെ തന്നെയും പലപ്പോഴും സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പലപ്പോഴും മാർപ്പാപ്പന്മാരുടെ മുൻഗാമികളെല്ലാം തന്നെ, പ്രത്യേകിച്ച് പോപ്പ് ഫ്രാൻസിസിൻ്റെ മുൻഗാമിമാരെല്ലാം തന്നെ അങ്ങനെയായിരുന്നു. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്കപ്പുറം നിന്നുകൊണ്ട് ലോകത്തെ എങ്ങനെയാണ് സ്നേഹിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഫ്രതിലി തുതിലി എന്നുള്ള ചാക്രീയ ലേഖനത്തിലടക്കം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും പറയുകയും ലോകത്തോട് അത് വിളിച്ചു പറയുകയൊക്കെ ചെയ്തത്. അതിനെ എങ്ങനെയാണ് താങ്കൾ ഒന്ന് അനുസ്മരിക്കുക? തീർച്ചയായിട്ടും ലോക രാഷ്ട്രങ്ങൾക്ക് അതോടൊപ്പം തന്നെ നേതാക്കന്മാർക്കും ഭരണാധികാരികൾക്കും എല്ലാം മാതൃകയായ ഒരു ഭരണത്തലവൻ കൂടിയായിരുന്നു പാപ്പ. സഭയെ നയിക്കുന്നതിനോടൊപ്പം തന്നെ ലോക ജനതയെ ഒരുപോലെ കാണാൻ കഴിയും. ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ മതേതര കാഴ്ചപ്പാടുകളെ അങ്ങേയറ്റം മുന്നിൽപ്പിടിച്ചുകൊണ്ട് മാനുഷിക മൂല്യങ്ങൾക്ക് വില കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും പാപ്പ മുന്നോട്ട് പോയി എന്നുള്ളത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മറ്റ് കാര്യങ്ങളിൽ വ്യത്യസ്തനാക്കുന്ന പാപ്പയുടെ മുഖമാണ് കാണാൻ കഴിയുന്നത്. അത് സർവോപരി യേശുക്രിസ്തുവിന്റെ കാഴ്ചപ്പാടുകൾക്ക് സകല ജനവിഭാഗത്തെ ഒരുപോലെ കാണുവാനും ശുശ്രൂഷിക്കപ്പെടുവാനും ഒക്കെ അവസരം കൊടുത്ത പാപ്പയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. എനിക്ക് വളരെ കൃതജ്ഞതാപൂർവ്വം ഞാൻ ഓർക്കുന്നു. ഇന്നലെ വളരെ വൈകി ക്ലിമീസ് പിതാവിനോടൊപ്പം സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ അവസാനമായി പാപ്പയെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് വലിയ സംതൃപ്തിയുണ്ട്. ഒപ്പം തന്നെ മിനിസ്റ്ററെ, ഒരു കാര്യം ചോദിക്കുകയാണ്, വ്യക്തിപരമായ ഒരു കാര്യം തന്നെയാണ്. സാധാരണഗതിയിൽ മാർപ്പാപ്പമാർ മരിക്കുമ്പോൾ ആ കയ്യിൽ നമ്മളൊരു കുരിശും വെച്ച് കൊടുക്കാറുണ്ട്, ഒപ്പം തന്നെ പോപ്പിൻ്റെ പേപ്പൽ തൊപ്പിയും കൊടുക്കാറുണ്ട്. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിൽ നിന്നും വ്യത്യസ്തമായ ജപമാലയാണ് കയ്യിൽ പിടിച്ചത്. അപ്പോൾ താങ്കളത് നേരിട്ടും കണ്ടും കാണും. താങ്കളും ഒരു ജപമാലയിൽ അത്രയേറെ സ്നേഹിക്കുകയും അതിൻ്റെ ഒരു ഭക്തനും കൂടിയാണ് താങ്കളും. താങ്കൾ എങ്ങനെയാണ് അതിനെ ഒന്ന് ഓർക്കുക? പരിശുദ്ധ ദൈവമാതാവിനോടുള്ള ആ വലിയ വിശ്വാസ തീക്ഷ്ണതയിൽ പിതാവ് നിൽക്കുന്നു, മാർപ്പാപ്പ നിൽക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ മാതാവിന്റെ വിശ്വാസത്തെ കണ്ട് അതുപോലെ ആയി തീരണം എന്നാഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ പാപ്പായ്ക്ക് വലിയ പങ്കാളിത്തം വഹിക്കാനായിട്ട് കഴിയും. അത് ചെറിയ കാര്യമല്ല. കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ എന്നുള്ള അതേ കാര്യങ്ങൾ തന്നെ പരിശുദ്ധ ദൈവമാതാവിന്റെ വിശ്വാസം അതായിരുന്നല്ലോ. യേശുവിന്റെ ജനനവും അതോടൊപ്പം പരസ്യ ജീവിത കാലഘട്ടവും പീഡാനുഭവവും ക്രൂശിലെ മരണവും ഉത്ഥാനവും എല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ ഉദ്ധിതനായ യേശുവിനെ ശിഷ്യന്മാരും അതോടൊപ്പം തന്നെ ഭക്തജനങ്ങളും കണ്ടപ്പോഴും പരിശുദ്ധ മാതാവ് വളരെയേറെ അന്ധമായി യേശുവിനെ വിശ്വസിച്ചു എന്നുള്ള കാഴ്ചപ്പാടാണ് കാണാൻ കഴിയുന്നത്. അന്ധമായി വിശ്വസിക്കുന്ന ഒരു കാഴ്ചപ്പാടിന്റെ രൂപമായി ദൈവമാതാവിനോടുള്ള ഭക്തിയിൽ വളരുകയും വളർത്തുകയും ഒരു സഭയെ നയിക്കുകയും ചെയ്ത പിതാവിന്റെ ആഗ്രഹ സബലീകരണമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം ഈ മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ തന്നെ അന്ത്യനിമിഷത്തിൽ അവിടെ തന്നെ കബറടക്കാൻ ആഗ്രഹിച്ചത്, അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതിനകത്ത് സംശയമില്ല. രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പേര് സ്വീകരിച്ചു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ പാപ്പായെ ഒരു മൂന്നാം ക്രിസ്തുവായി കണ്ടുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കുകയുണ്ടായി. കല്ലറങ്ങാട്ടി പിതാവിന്റെ വാക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അത് അന്വർത്ഥമാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ലോക ജനത ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ.
അവിടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിട്ടുള്ളത്? അവരെല്ലാവരും തന്നെ അവിടെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് എത്തിക്കഴിഞ്ഞോ? സ്ക്വയറിലേക്ക് എല്ലാവരും തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഏതാണ്ട് 130ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്ര തലവന്മാരും പ്രതിനിധികളിലും നയതന്ത്ര പ്രതിനിധികളും അവിടെ എത്തിയിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും അതോടൊപ്പം തന്നെ മതമേലധ്യക്ഷന്മാരും എല്ലാം വന്നു ചേർന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ചടങ്ങുകൾ ആരംഭിക്കുന്നതിനുള്ള തുടക്കത്തിന്റെ ഒരു ക്രമീകരണമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. യെസ്, നന്ദി മിനിസ്റ്റർ പ്രതികരിച്ചതിന്. അദ്ദേഹം വത്തിക്കാനിൽ നിന്നാണ് ഇപ്പോൾ മീഡിയ വണിനൊപ്പം ചേർന്നിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് മന്ത്രി റോഷി അഗസ്റ്റിനും അവിടെ വത്തിക്കാനിൽ എത്തിയിട്ടുള്ളത്. അവിടെ ലോക നേതാക്കളെല്ലാവരും തന്നെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിരന്ന് കഴിഞ്ഞിരിക്കുന്നു. അധികം വൈകാതെ തന്നെ പ്രാർത്ഥനാ ചടങ്ങുകളും മറ്റ് സംസ്കാര ചടങ്ങുകളും ഒക്കെ ആരംഭിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അജി കുഞ്ഞുമൻ തുടരുന്നുണ്ട്. അജി, ആദ്യം ദിവ്യബലിയോടുകൂടിയല്ലേ സംസ്കാര ചടങ്ങിന് തുടങ്ങുക? ആദ്യം ദിവ്യബലിയാണ്. ഈ ദിവ്യബലിയോടുകൂടെ ദിവ്യബലി മധ്യയാണ് ഈ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നത്. ആ സംസ്കാര ചടങ്ങുകളിൽ ഈ കർദിനാൾ ഫാർലിംഗോ അടക്കമുള്ള ആളുകൾ, കർദിനാൾ സംഘത്തിൻ്റെ സെക്രട്ടറിമാരൊക്കെ തന്നെയാണ് ഈ ദിവ്യബലിയിലൊക്കെ പങ്കെടുക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഒരു ദൃശ്യങ്ങളിൽ കാണുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ചതുരമാണ്. മറ്റു ദൃശ്യങ്ങളിൽ ഇന്നലെ വൈകുന്നേരം ഇന്ത്യൻ സമയം 10:00 നടന്ന സംഭവങ്ങളാണ്. പാപ്പയുടെ ഭൗതിക പേടകം അവസാനമായി അടക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അടയ്ക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. ഇപ്പോൾ ഇപ്പോൾ ഇരിക്കുന്നത് അൾത്താരയുടെ നടുവിൽ, സെൻറ്റ് പീറ്റേഴ്സ് ചതുരത്തിലെ അൾത്താരയുടെ നടുവിലാണ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം വഹിച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് വിലാപയാത്രയായി കൊണ്ടുപോകുന്നത്. ഈ നേരത്തെ മിനിസ്റ്റർ റോഷി അഗസ്റ്റിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജീവിതത്തിൽ എപ്പോഴും ലാളിത്യവും സാധാരണത്വവും പ്രകടിപ്പിച്ചിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ഭൗതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളുവാൻ ഒരുങ്ങുന്ന കല്ലറയും ലളിതമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം തന്നെയാണ് അലങ്കാരങ്ങളും മറ്റു എഴുത്തുകളും ഉപേക്ഷിക്കാനൊക്കെ തീരുമാനിച്ചത്. കല്ലറ നിർമ്മിക്കുവാൻ അദ്ദേഹം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അതായത് മുത്തച്ഛൻ്റെ നാടായ ലിഗുരുവിയിൽ നിന്ന് ഈ കല്ലറയുടെ കല്ലുകൾ എത്തിക്കണമെന്ന് അദ്ദേഹം തൻ്റെ വിൽപ്പത്രത്തിൽ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അലങ്കാരപ്പണികളൊന്നും കൂടാതെ ആ മാർബിൾ കഷ്ണത്തിൽ ഫ്രാൻസിസ്കൂസ് എന്നാണ് അതിന് കല്ലറയുടെ പുറത്ത് എഴുതിയിരിക്കുന്നത്. ഫ്രാൻസിസ്കൂസ് എന്ന ലാറ്റിൻ വേർഡാണ് ഫ്രാൻസിസ്കൂസ് എന്നുള്ളത്. ആ ഫ്രാൻസിസ്കൂസ് എന്ന് മാത്രമാണ് ആലേഖനം ചെയ്യപ്പെടുക. അതിനൊപ്പം തന്നെ തൻ്റെ മാല, അതായത് ഈ സ്ഥാനിക ചിഹ്നമായ മാലയിലെ കുരിശ് ഈ മാർബിളിൽ പ്രതിഷ്ഠിക്കും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 2013 മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തതിന് ശേഷത്തിന് പിറ്റേ ദിവസം നേരെ പോയത് ഈ ബസിലിക്കയിലേക്കാണ്. വത്തിക്കാനിൽ ആകെ 4 പ്രധാനപ്പെട്ട മേജർ ബസിലിക്കകളാണുള്ളത്. അതിൽ ഒരു ബസിലിക്കയാണ് ഇന്ന് മാർപ്പാപ്പ ഇനിയുള്ള കാലം അന്ത്യവിശ്രമം കൊള്ളുന്ന സെൻറ്റ് മേരി മേജർ ബസിലിക്ക എന്നുള്ളത്. അവിടെയാണ് മാർപ്പാപ്പ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഈ ഞായറാഴ്ച മുതൽ പൊതുജനങ്ങൾക്ക് അവിടേക്ക് അവസരമുണ്ട് കയറാൻ. ഏതായാലും ഇപ്പോൾ ലളിതമായ ജീവിതവും ലളിതമായ മടക്കവുമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത്. അദ്ദേഹം ആഗ്രഹിച്ചതുപ്രകാരം സെന്റ് മേരി മേജർ ബസലിക്കയിൽ എത്തിച്ചാണ് സംസ്കാരം നടക്കുക. ജി കുഞ്ഞുമോനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.